ഹലോ ഗൈസ്, ഇന്ന് മോളുടെ സ്കൂളിൽ മോട്ടിവേഷൻ സ്പീക്കറായ സാറിൻ്റെ ക്ലാസ്, സുരേഷ് ബാബു സാറിന് ഞങ്ങളെല്ലാം കിട്ടുന്ന സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് നിങ്ങൾക്കും കൂടി കേൾപ്പിച്ചു തരാൻ വേണ്ടി കുറച്ച് ഭാഗമൊക്കെ എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യമില്ല, ഒരു കുട്ടി രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് 10ലും +2ലും ഡിഗ്രിക്കും പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ പ്രൈമറി വിദ്യാലയത്തിൽ ഇരിക്കും, പാടിക്കൊടുക്കുക. വാളൻ പൂളി പോലെ അമ്പീലി പൊങ്ങുമ്പോൾ കുലവാഴ കൈകേലിൽ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാഴയിലൂടെ ആട്ടം തക്ബീറിന്റെ താളമാണ് മോനെ എന്ന് പാടിക്കൊടുക്കുന്ന ഒരു ഉമ്മയാണ്. ആ കുട്ടി മനുഷ്യപ്പറ്റുള്ള കുട്ടിയാവും, അത് പടച്ചോന്റെ കുട്ടിയാവും. ഗോകുല നായകൻ മേളം കലർന്നങ്ങോ പാടുന്നേരം പെട്ടെന്ന് ഇവ പാട്ട് നിർത്തിക്കളഞ്ഞു. അപ്പോ അമ്മ ചോദിച്ചു, എന്താ കണ്ണാ പാട്ട് നിർത്തിയേ? അപ്പൊ ഇവനൊരു ചോദ്യം ചോദിച്ചു, അമ്മേ, ഈ യമുനാ നദിയുടെ ഓളങ്ങളില്ലേ കരയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ വന്ന ഓളമൊന്നും തിരിച്ചങ്ങോട്ട് പോകുന്നില്ല. അതെങ്ങനെയാ പോകുന്നത്? ഓളങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ കരയിലേക്ക്, ഒന്നും തിരിച്ചു പോകുന്നില്ല, അതെന്താ അത് എന്ന് ചോദിച്ചു. നിങ്ങളാണെന്ന് എന്താ പറയാ? ചെക്കരത്ത് പൊട്ടത്തരാപ്പ പറയുന്നു. ഓളം തിരിച്ചു പോകുന്നില്ല, എനിക്ക് വേറെ പഠിക്കാനുമില്ലടാ. അവന്റെ ചോദ്യത്തിന്റെ എഴുപ്പടർത്തി. എന്നാൽ ആ അമ്മ പറഞ്ഞു കൊടുത്തു, അത് നിന്റെ ഓടക്കുഴൽ വിളി കേട്ടിട്ട് പിന്നോട്ട് പോകാൻ തോന്നാനിട്ടാണ് കണ്ണാ. കണ്ണന്റെ വേണുവിൽ നിന്നുണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്ത ഒരമ്മ. ആ അമ്മയാണ് ഈ കണ്ണന്റെ യശസ് കൊടുത്തവൾ. യശസ് കൊടുത്ത അണ്ണര കണ്ണ 90 വാല നീ ഇപ്പഴങ്ങോട്ടാ. അപ്പൊ അണ്ണാര കണ്ണൻ പറഞ്ഞു, ഞാൻ തമ്പുരാന്റെ നെല്ല് കൊയ്യാൻ പോണു. അപ്പൊ ഉടനെ കുട്ടി ചോദിച്ചു, തമ്പുരാൻ കണ്ടാ തല്ലൂലേ? നിന്നെ തമ്പുരാൻ കണ്ടാ തല്ലൂലേ? അന്നേരം ഞാൻ കൈതക്കാട്ടത്തുള്ളും. കൈത നിനക്കെന്ത് തരും? കൈത നിനക്കെന്ത് തരും? കൈത ഒരു കെട്ട് കൈതപ്പൂവ് തരും. പൂവ് നീ എന്നാർക്ക് കൊടുക്കും? പൂവ് നീ എന്നാർക്ക് കൊടുക്കും? പൂവ് നീ എന്നാർക്ക് കൊടുക്കും? പൂവ് ഞാൻ പൂവാലിപ്പശുവിന് കൊടുക്കും. പൂവാലിപ്പശു എന്ത് തരും? പൂവാലിപ്പശു എന്ത് തരും? പശു ഒരു കുന്തി ചാണകം. ചാണകം നീ ആർക്ക് കൊടുക്കും? ചാണകം നീ ആർക്ക് കൊടുക്കും? ചാണകം ഞാൻ വെറ്റിലച്ചെടിക്ക് കൊടുക്കും. വെറ്റിലച്ചെടി എന്ത് തരും? വെറ്റിലച്ചെടി എന്ത് തരും? വെറ്റിലച്ചെടി ഒരു കെട്ട് വെറ്റില തരും. വെറ്റില നീ എന്നാർക്ക് കൊടുക്കും? വെറ്റില നീ എന്നാർക്ക് കൊടുക്കും? വെറ്റില ഞാൻ മുത്തശ്ശിക്ക് കൊടുക്കും. മുത്തശ്ശി നിനക്കെന്ത് തരും? മുത്തശ്ശി നിനക്കെന്ത് തരും? മുത്തശ്ശി കല്ലും മുള്ളും പെറുക്കി പായസം വെച്ച്. കല്ലും മുള്ളും പെറുക്കി പായസം വെക്കാൻ പറ്റുമോ? ആ പണ്ടത്തെ മുത്തശ്ശിയോട് ചോദിക്കും, പണ്ടത്തെ അരിയിൽ കല്ലുമുള്ളെല്ലാം ഉണ്ടാവും, അതെല്ലാം പെറുക്കി മാറ്റിയിട്ടാ പായസം വെക്കുക. മനസ്സിലായോ? പായസം കുടിക്കാൻ വേണ്ടി സ്പൂണുണ്ടാ? ഇതിലാ പായസം കുടിക്കുക? പ്ലാവില കൊട്ടിയിട്ടല്ലേ? അപ്പൊ പായസം കുടിക്കാൻ പ്ലാവിലേക്ക് പോയപ്പോ
പായസം കുടിക്കാൻ പ്ലാവിലേക്ക് പോയപ്പോ പ്ലാവിലെമലൊരൊച്ച ഒച്ചിനെ തോണ്ടാൻ കൊള്ളിക്ക് പോയപ്പോ ചോര കഴുകാൻ കുളത്തിൽ പോയപ്പോ കുളത്തിലുണ്ടോ രാമ ആമയെ പിടിക്കാൻ വള്ളിക്ക് പോയപ്പോ ആമയെ പിടിക്കാൻ വള്ളിക്ക് പോയപ്പോ വള്ളി കുടുങ്ങി കുളത്തിലിടും വള്ളി കുടുങ്ങി കുളത്തിലിടും 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 ഡും ഡും ഡും. ഇഷ്ടപ്പെട്ടോ പാട്ട്? ഇതുപോലെ പാടണ്ടേ? അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴി കൂട്ടുകാരുടെ വീട്ടിൽ പോയി പീനട്ട് ബട്ടറൊക്കെ പറിച്ചെന്ന് അവിടെ നിന്ന് കുറച്ച് തൈയൊക്കെ പറിച്ചുകൊണ്ടിട്ടാണ് വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലും കൂടി അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.